നിലവിൽ ബീഹാർ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുതിയ കേരള ഗവർണർ ആകുമ്പോൾ ചർച്ചകൾ പലവിധം. സംസ്ഥാന സർക്കാരുമായി ഭിന്നത നിലനിൽക്കെയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ മാറ്റം. ആരിഫ് മുഹമ്മദ് ഖാന് പകരമെത്തുന്നത് RSSുമായി ഏറെ അടുപ്പമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പരിവാർ ഇടപെടലുകൾ കൂടുതൽ കേരളത്തിൽ സജീവമാകും. ഗോവ മുഖ്യമന്ത്രിയും നിയമസഭാ മുൻ സ്പീക്കറുമാണ് ആർലേക്കർ. ഗോവ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ 2014 കേന്ദ്ര പ്രതിരോധ മന്ത്രിയായപ്പോൾ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചത് ആർലേക്കറെയായിരുന്നു. അടുത്ത വർഷം മധ്യത്തോടെ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് മുഹമ്മദ് ആരിഫ് ഖാൻ അവിടേക്ക് എത്തുന്നത്. കേരളത്തിലെ ഗവർണർ ആകുന്നതിന് മുമ്പ് 2 കൊല്ലത്തിൽ താഴെ BJPയിൽ പ്രവർത്തിച്ച ബന്ധം മാത്രമേ ആരിഫ് ഖാന് ഉണ്ടായിരുന്നുള്ളൂ. ചെറുപ്പത്തിലെ RSS ശിക്ഷണം കിട്ടി വളർന്ന ഗോവക്കാരനായ ആർലേക്കറിന് കേരളം നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ രാജ്ഭവനുമായുള്ള ബന്ധം ഊഷ്മളമാകുമെന്ന വലിയ പ്രതീക്ഷ ഒന്നും ഭരണ നേതൃത്വം വെച്ചു പുലർത്തുന്നില്ല. എങ്കിലും കടുകിട വിട്ടുവീഴ്ചയില്ലാത്ത പ്രകൃതമുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ അത്ര പോരാട്ട വീര്യം കാണില്ലെന്ന് പ്രതീക്ഷയിലാണ് CPM. മലയാളിയായ PS ശ്രീധരൻ പിള്ളയാണ് നിലവിൽ ഗോവ ഗവർണർ. ഇപ്പോൾ കേരളത്തിൽ ഗവർണറായി ഗോവക്കാരൻ എത്തുന്നു എന്നത് ശ്രദ്ധേയമാണ്. തുടക്കത്തിൽ ഗവർണറുമായി ഏറ്റുമുട്ടാൻ CPMോ സർക്കാരോ ശ്രമിക്കില്ല. രാജ്ഭവനിലെ നീക്കങ്ങൾ നിരീക്ഷിച്ചാകും സമീപനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമ തീരുമാനം എടുക്കും. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സംഘത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന പ്രചാരകനാണ്. ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഗോവയിൽ BJPയെ അധികാരത്തിലെത്തിച്ച നേതാക്കളിൽ പ്രധാനിയാണ് അദ്ദേഹം. 2002 പാർട്ടിക്ക് വേണ്ടി സംസ്ഥാനത്ത് അക്കൗണ്ട് തുറന്നത് ആർലേക്കറുടെ ത്രസിപ്പിക്കുന്ന വിജയത്തിലൂടെയായിരുന്നു. പിന്നീട് പാർട്ടിക്ക് ഗോവയിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കേരളത്തിലും ക്രൈസ്തവരെ കൂടെ നിർത്തിയുള്ള മുന്നേറ്റമാണ് BJP ലക്ഷ്യമിടുന്നത്. ഈ സാഹചര്യത്തിലാണ് ക്രൈസ്തവ സഭകളുമായി ഏറെ അടുപ്പമുള്ള വ്യക്തി കേരളത്തിലെ രാജ്ഭവനിൽ എത്തുന്നത്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അത് ചലനമുണ്ടാക്കുമെന്നാണ് BJP വിലയിരുത്തൽ. എന്നും വിവാദങ്ങൾക്കൊപ്പം സഞ്ചരിച്ച നേതാവ് കൂടിയാണ് ആർലേക്കർ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടത് സത്യാഗ്രഹ സമരം നടത്തിയതുകൊണ്ടല്ല, ജനങ്ങൾ ആയുധമെടുത്തതുകൊണ്ടാണ് എന്നായിരുന്നു ആർലേക്കറുടെ വിവാദമായ അവസാനത്തെ പ്രസ്താവന. JNU വിദ്യാർത്ഥി നേതാവായിരുന്ന കനയ്യകുമാറുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്കിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും പറയാനാവില്ല എന്ന പരാമർശവും ആർലേക്കർ നടത്തിയിരുന്നു. ബീഹാർ ഗവർണറായിരിക്കുമ്പോൾ സർവകലാശാല ഭരണവുമായി ബന്ധപ്പെട്ട് നിതീഷ് കുമാർ സർക്കാരുമായും ആർലേക്കർ കൊമ്പുകോർത്തിരുന്നു. 1 വർഷത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ താൽപര്യം മുൻനിർത്തി തന്നെയാണ് ആർലേക്കർ എത്തുന്നത്. കേരളത്തിലെ സർവകലാശാലകളിലും ആർലേക്കർ ഇടപെടുമെന്ന് ഉറപ്പാണ്. ഗവർണർമാരെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മോദി സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ കേരളം, തമിഴ്നാട്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തുറന്ന ഏറ്റുമുട്ടലിലാണ് കലാശിച്ചത്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുന്നതിനിടയിലാണ് പുതിയ ഗവർണർ എത്തുന്നത്.